ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കൊക്കോമൈൻ. അപ്പോൾ പുതിയതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടൊരു യാത്രയാണ്. ആദ്യം തന്നെ കാണിക്കുന്ന ഒരു യാത്രയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് രാമചന്ദ്രനിലേക്കാണ്. രാമചന്ദ്രനിലേക്ക് വേറെ സ്ഥലത്തൂടെ പോകാനുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ ക്രാഫ്റ്റിൻ്റെ കുറച്ച് ഐറ്റംസ് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാദ്യം കാണിക്കുന്ന യാത്രയാണ്. നമ്മളിന്ന് കിഴക്കേക്കോട്ടയിലേക്ക് ബസ്സിലാണ് പോകണത്. ബസ്സാണ് നമുക്ക് എപ്പോഴും നല്ലത് ഗൈസ്. അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോകുന്നത്. ബസ്സിൽ പോകുന്ന കാഴ്ചകളാണ് നല്ല രസമുള്ളത്. അപ്പോൾ നമുക്ക് വന്നിട്ട് എല്ലാവർക്കും ആഗ്രഹം സൈഡ് സീറ്റ് കിട്ടണമെന്ന് എനിക്ക്. അങ്ങനെ ഞാനും അതുപോലെ തന്നെയാണ് സൈഡ് സീറ്റ് കിട്ടാനായിട്ടാണ് കാത്തിരിക്കും. അപ്പം മണി നാളെ 2:25. ഇതെൻ്റെ പുതിയ വാച്ചാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കണ വാച്ചിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോ ഇതാണ് കേട്ടോ. ഇത് നല്ലൊരു വീഡിയോ ഇതാണ്. അപ്പോൾ നമ്മൾ എത്താറായിട്ടോ. നമ്മൾ വീട്ടിൽ ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു 2 മണിയെങ്കിലും ആയിട്ടുണ്ടായിരിക്കും. ബസ് എത്തിയപ്പോൾ ഇച്ചിരി താമസിച്ചു കേട്ടോ. എന്നാണ്ട് ഇപ്പോൾ ഒരു കിഴക്കേക്കോട്ട എത്താറാവും ഗൈസ്. അപ്പോൾ ഇച്ചിരി കഷ്ടപ്പെട്ടാലും നമ്മൾ കുറച്ച്, എനിക്കാണെങ്കിൽ ഈ പൊടിയൊന്നും അടിക്കില്ല കേട്ടോ. എനിക്ക് പൊടിയൊന്നും ഇഷ്ടമില്ല. പക്ഷെ എനിക്ക് മലയാളി എന്ന നിലയിൽ എനിക്ക് ബസ്സിൽ പോകാനാണ് ഇഷ്ടം. നെക്സ്റ്റ് ഈ ബസ്സിലെ യാത്രകളാണ്. നമ്മളങ്ങനെ കിഴക്കേക്കോട്ടിലെത്തി. ഇപ്പോൾ കിഴക്കേക്കോട്ട എത്താറായത് അമ്പാടിയിലെത്തി ഇപ്പോൾ. അപ്പം ഈ ഒരു വാച്ച് ഞാൻ വാങ്ങിയിട്ടുള്ളത് 2 ദിവസം മുമ്പാണ്. ഫാസ്റ്റാഗിൻ്റെ വാച്ചാണ്, ഒരു സ്മാർട്ട് വാച്ചാണ് ഗൈസ്. പിന്നെ നമ്മുടെ തമ്മാർ, ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രംകാരുടെ ഒരു പവർ ഗൈസ്. നമ്മൾ ടി വി ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ദാണ്ട് ഇവിടെ എത്താറായിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഞാൻ വിശന്നും നല്ല ഇട്ടിരിക്കുന്നൊന്നുമില്ല, നന്നായിട്ട് ആഹാരമൊക്കെ ഇട്ടിട്ട് പോകണത്. അല്ലെങ്കിൽ എൻ്റെ വിശന്ന് എൻ്റെ കുടലിൽ കരിഞ്ഞ് കത്തി പണ്ടാരുമാണത് ഗൈസ്. ഇവിടെ എത്താറായി. ഞാൻ ഇത് പറയാൻ തുടങ്ങി കുറേ നേരമായില്ലേ. എത്തുന്നുമില്ല, പുള്ളിമാരി നിർത്തുന്നുമില്ല. അതാണ് ബസ്സാണെങ്കിൽ പതുക്കെയാണ് പോണത് ഗൈസ്. പിന്നെ ഒരു കാര്യം, ഞാൻ ഇന്ന് പോകുന്ന രാമചന്ദ്രനിലേക്ക് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നുമില്ല. ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ നമ്മളെ വീഡിയോയിൽ ലാസ്റ്റ് നമ്മൾ എന്തൊക്കെ വാങ്ങി എന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ എടുക്കുന്ന പൊരിഞ്ഞ വെയിലാണ് കാണിക്കുന്നത്. ഈ യാത്രക്കാരെന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നില്ല, അവരെയൊക്കെ പരിചയപ്പെടുത്താമോ? അങ്ങനെയൊക്കെ ഞാൻ ഫസ്റ്റത്തെ വീഡിയോ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഇച്ചിരി പേടിയൊക്കെയാണ്. ഞാൻ രാമചന്ദ്രൻ കയറുന്ന അങ്ങനെ വീഡിയോസൊന്നും എടുക്കില്ല. നമ്മൾ പത്മനാഭൻ്റെ മണ്ണിൽ നമ്മളിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നു ഒക്കെ. നെക്സ്റ്റ് നമ്മളിവിടെ ഗണപതി കോവിലിൻ്റെ ഇവിടെ എത്തി. അതിനെ നീട്ടി എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ട് പോകണമെന്ന് എനിക്കിവിടെ അറിയില്ല ഗൈസ്. നമ്മളുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഷോപ്പിംഗ്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. ഞാൻ 3ാമത്തെ നിലയിൽ ഉണ്ടോ നിൽക്കണത്. എനിക്ക് ഒരു പെൻസൊക്കെ ഉണ്ട്. നെക്സ്റ്റ് കണ്ട ഇതൊരു ഗണപതിയുടെ ശില്പങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് ഇത്. ഇതിന് റേറ്റ് എടുക്കുമ്പോൾ 400 രൂപയാണ്. 400 രൂപയ്ക്ക് ഇത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഗൈസ്? അപ്പോൾ നെക്സ്റ്റ് കണ്ട് കുറേ ഗണപതിൻ്റെ ശില്പങ്ങളും കാര്യങ്ങളും. എനിക്ക് ഗണപതിയൊക്കെ ഇഷ്ടമാണ്, അപ്പോൾ അതാണ് ഞാൻ എടുത്തത്. പിന്നെ മാതാവിൻ്റെ ഇതും എല്ലാം ഉണ്ട്. നെക്സ്റ്റ് കേസ് ഇതാണ് സാധനം. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൽ കുറേ ബുദ്ധന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. ബുദ്ധൻ്റെയൊക്കെ ഇരിക്കുന്നുണ്ട്, ബുദ്ധനൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് ഇതൊക്കെ മറ്റേ നമ്മൾ വാലൻറ്റൈൻസ് കൊടുക്കണ സാധനങ്ങളാണ് മണ്ടൊക്കെ ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ ഹോം ഡെക്കോറാണ്. വെള്ളം പോലെ ഇത് മിക്കവാറും ഇതൊക്കെ നോക്കിയിട്ടുണ്ടായിരിക്കും എന്ന് തോന്നുന്നു. പക്ഷെ കൊള്ളാം അങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര താല്പര്യം. നല്ല രസമുണ്ടല്ലോ എല്ലാം. പിന്നെ ഇത് പറയാനുള്ളത്, എൻ്റെ ആദ്യത്തെ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും മറ്റേ ബെൽ ബട്ടണൊക്കെ അടിച്ച് പൊട്ടിക്കുക. നെക്സ്റ്റ് കണ്ട് ഇതൊക്കെ ഹോം ഡെക്കോറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ഹോം ഡെക്കോറിൻ്റെ ഭാഗവും ക്രാഫ്റ്റ് ഭാഗമൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്. ഇവിടെ മൊത്തം പിന്നെ ഗ്ലാസ്, തൊട്ടാപ്പൊട്ടുന്ന ഗ്ലാസ്സുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ പോത്തീസിലെ പോലെ തന്നെയൊക്കെയാണ് ഇവിടെ ഹോം ഡെക്കോറിൻ്റെ കാര്യത്തിൽ കൂടുതലാണ് ഗൈസ്. ഇതൊക്കെ ഉണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ട്രെൻഡിങ് ആയിരുന്നു കുറിച്ചിട്ടുണ്ട്. ഇത് അധികം ട്രെൻഡിങ് ഒന്നുമല്ല, നേരത്തെ ട്രെൻഡിങ് ആയിരുന്നു. ഇതൊരു കിച്ചനാണ്. ഇത് നല്ല രസമുണ്ടല്ലേ, പൂഴി കിച്ചൻ. അപ്പം ഇതിന് റേറ്റ് 250 റുപ്പീസാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് വേറൊരു കിച്ചനാണ്. നെക്സ്റ്റിൻ്റെ മൊത്തം കിച്ചൻ്റെ കൊണ്ട് നിറഞ്ഞ് കിടക്കുകയാണ്. നല്ല രസമുണ്ടല്ലേ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കുഷൻസൊക്കെ നല്ല ഇഷ്ടമാണ്. നെക്സ്റ്റ് ഇത് ഒരു തറയിലിരിക്കുന്ന സാധനമാണ്. നല്ല സ്പോഞ്ചായിട്ട് പോകുന്നത് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ മേലോട്ട് ഞാൻ കയറി പോകുകയാണ്. ഇത് ലാസ്റ്റ് ഫ്ലോറാണ്. നിങ്ങൾ ഇവിടുത്തെ വ്യൂ കണ്ടാൽ നിങ്ങൾ ഞെട്ടുക. നല്ല രസമുണ്ട്. അങ്ങ് വരെ ഇരിക്കുന്ന സ്ഥലങ്ങൾ വരെ കാണാൻ പറ്റും. പിന്നെ ഇതാണ് എൻ്റെ ഫുൾ വ്യൂ ഗൈസ്. നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടണത്. നല്ല രസമുണ്ടല്ലേ.
ഫിഫ്ത്തിൽ ഇറങ്ങി നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഫുഡ് കോർട്ടിലേക്കാണ് പോകുന്നത്, അക്ഷയ ഫുഡ് കോർട്ട്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നമ്മൾ 2 ഐസ്ക്രീമും നെയ് റോസ്റ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു. നെയ് റോസ്റ്റും ഒരു മസാല ദോശയും. നെക്സ്റ്റ് നമ്മൾ നമ്മൾ സോഫേൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നമ്മൾ വീണ്ടും യാത്രയിലാണ് ഗൈസ്. അപ്പോൾ യാത്ര തണ്ട് നമ്മളവിടെ നിന്ന് തിരിച്ചു രാമചന്ദ്രയിൽ നിന്ന്. ഇതെന്ത് വീഡിയോ ആണ് എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നതായിരിക്കില്ലേ. അപ്പോൾ എല്ലാവരും ഫേമസ് ആയിട്ടാണ് ഗൈസ്. പറഞ്ഞു നാളെ വെള്ളം പറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. കടന്ന റെയിൽവേ സ്റ്റേഷൻ. വണ്ടിയിൽ പോകുന്നത് നല്ല സുഖമാണ്. മിസ്റ്റാണ്, നല്ല സൂര്യൻ്റെ വെളിച്ച്. ഇപ്പം മണി ഒരു 4 മണിയൊക്കെ ആയിക്കാണ്. നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ കിള്ളിപ്പാലം എത്തി ഒന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബസ്സിൽ യാത്ര ചെയ്ത് എനിക്ക് ഫോൺ കിട്ടത്തില്ല. എനിക്ക് മഴ ഞാൻ ഇവിടെ നിന്ന് കാണിക്കുന്നില്ല. അപ്പോൾ ഫോൺ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിന് ഫോൺ നമുക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ മണി വരണത് എത്ര മണിയാവുമെന്തോ കറക്റ്റായിട്ട് നോക്കിയാൽ മണിയിപ്പോൾ 4:48 ഗേസ്. അപ്പോൾ എന്തുമാത്രം നമ്മൾ മൈജിയാണ് ഗേസ്. എന്തുമാത്രം നേരെ എടുത്തിട്ടാണ് നമ്മളിങ്ങനെ പോകണമെന്ന് ഗേസ്. നമ്മൾ എത്ര മണിക്ക് 2 മണിക്കൂർ നമ്മൾ എൻ്റെ ചിലവാക്കിയോളൂ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരിതാണ്. എന്ന് വെച്ചാൽ 2 മണിക്കൂർ എൻ്റെ നിന്ന് പിന്നെ എന്ത് പെട്ടെന്ന് നമ്മൾ ഇറങ്ങി. നമ്മൾ ചില സമയം പോകുമ്പോൾ 2 മണിക്കൂറൊക്കെ നേരത്തെ പോകും. ഇപ്പോൾ ചില സമയം 2 മണിക്കൂറാണോ എൻ്റെ നിന്നത്, ചിലപ്പോൾ തോന്നുന്നു 2 മണിക്കൂറാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഹാരി പോട്ടർ തപ്പിപ്പോയി, പക്ഷേ ഹാരി പോട്ടറൊന്നും കിട്ടിയില്ല ഗെയ്സ്. അതാണ് വേറൊരു വിഷമം. മിക്കതും നമ്മൾ അന്നൊരിക്കൽ പോയപ്പോൾ ഹാരി പോട്ടർ ട്രെൻഡിങ് ആയിരുന്ന സമയത്ത് ഹാരി പോട്ടർ ഉണ്ടായിരുന്നു. അപ്പം അമ്മ വാങ്ങി തന്നില്ല. 50 രൂപയ്ക്കകത്ത് ഈ 12 അത് എന്താണ് ഇരിക്കണത്, അതായിരിക്കും മിക്ക അമ്മമാരും ചോദിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഇതൊക്കെയാണ് ഇത്ര സാധനങ്ങൾ നമ്മൾ ഗ്രോസറി സെക്ഷനിൽ നിന്ന് വാങ്ങിയത്. ഓരോ സാധനങ്ങളും. അപ്പം ഞാൻ കിൻഡർ ജോയിലെ ഹാരി പോട്ടർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കിൻഡർ ക്രീമിയാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് വേറെ 30 രൂപയുള്ളൂ. നെക്സ്റ്റ് ഒന്ന് നമ്മളൊരു പാനിപ്പൂരിലൊക്കെ ഇടാനുള്ള മിക്സർ പോലത്തെ സാധനമാണ്, ഒരു സേവാണ്. അപ്പം അതൊരു 10 രൂപയായിരുന്നു കേട്ടോ ആയിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരുന്നത് അതാണ്. എനിക്ക് വട്ടാണ്. പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. ഞാൻ പാനിപ്പൂരിൽ ഇടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാറുള്ളത്. നെക്സ്റ്റ് ഞാൻ ഡവിന് ഒരു കണ്ടീഷണർ കാണിക്കണത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 110 രൂപയാണ് ഗൈസ്. നല്ല കണ്ടീഷണർ. നമ്മൾ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. അവിടെ നമ്മൾ വാങ്ങിയത് എൻ്റെ ചെറുത് നമ്മൾ വാങ്ങിയിട്ടുണ്ട് 5 രൂപയുടെ ഷാമ്പൂ കണ്ടീഷണറും കൂടെ ചേർന്നത്. അതിന് പോലും അത്ര വില ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് തന്നെ ഗ്ലോബൽ ലെവലിൻ്റെ സാധനമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ വില വന്നിട്ട് 109 രൂപയാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരുന്നത് 109 രൂപയാണ്. നെക്സ്റ്റ് നമ്മളൊരു ഓട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വില വന്നിട്ട് 129 രൂപയാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മളുടെ കിൻഡർ ജോയിന് മറ്റേ ബോൾസ് ഉണ്ടല്ലോ, അത് 12 എണ്ണമുള്ളൊരു ചെറിയ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ട് 120 രൂപയാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എനിക്ക് നമ്മൾ മിക്കവാറും പോത്തീസിലൊക്കെ നമ്മളെ വീടിൻ്റെ അടുത്ത് പോത്തീസുണ്ട്. അപ്പോൾ നമുക്ക് മിക്കവാറും അവിടെ പോകുമ്പോൾ ഞാൻ വാങ്ങാറുണ്ട്. ഒരിക്കലും വിടാതെ വാങ്ങുന്ന സാധനമാണ് ഇത്. പൈസ ഉണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും എന്തെങ്കിലുമൊക്കെ വാങ്ങും. പിന്നെ നമ്മൾ രാമചന്ദ്രയിൽ കയറിയിട്ട് നമ്മൾ 3 ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അനിയത്തേക്കായിട്ട് എടുത്ത ടോപ്പ് വളരെ രസമുണ്ടല്ലേ. അപ്പം എനിക്ക് ടോപ്പൊന്നും എടുത്തില്ല, എനിക്ക് വേറെ ടോപ്പൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ വില കണ്ട് നിങ്ങൾ ഞെട്ടും. 549 രൂപ. നമ്മൾ വില അറിയാതെ വാങ്ങിയൊരു സാധനമാണ്. അവിടെ പോയി ബില്ലടിക്കാൻ കൊടുത്തപ്പോഴാണ് നമ്മൾ വില കണ്ടത് 549 രൂപ. പിന്നെന്താ ഞാൻ അതങ്ങ് വാങ്ങി. പിന്നെ വന്നിട്ട് 2 ടോപ്പ്. ഇത് 2 സ്പെഷ്യാലിറ്റി ഉള്ളതാണ്. ഇത് ബൈ 1 ഗെറ്റ് 1 ആണ്. ഇതിന് ഒന്നാണ്ട് ഈ ഒരു പച്ച ഉണ്ടല്ലോ, ആ പച്ചയ്ക്ക് 399. അത് വാങ്ങിച്ചപ്പോഴാണ് നമ്മൾ മറ്റേതും കൂടെ എടുത്തത്. അത് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ 399 രൂപയുടെ സാധനം എടുത്തത്. ബൈ 1 ഗെറ്റ് 1 ആണ്. ഓക്കെ, എനിക്ക് നല്ല ഓഫറായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഇതൊരു തുണിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതൊരു ഹാഫ് സാരിയാണ്. ഇതിങ്ങനെ വലുതായിട്ട് കാണിക്കില്ല, നമ്മളെ സാധനമല്ല ഇത്. നമ്മൾ വേറൊരാൾക്ക് വാങ്ങി കൊടുക്കുന്ന സാധനമാണ്. അപ്പോൾ കേസ് ഇത് വേറൊരാൾക്ക് വാങ്ങി കൊടുക്കുന്ന സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു പ്രത്യേകതയായിട്ട് കാണിക്കാത്തത്. ഇത് നല്ല രസമുണ്ടല്ലോ. ഇതിൻ്റെ വില 2000 സംതിങ് റുപ്പീസാണ്. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ സ്പെഷ്യലായിട്ടുള്ള സാധനമാണ്. ഇതാണ് നമ്മളുടെ സ്റ്റേഷനറി ഐറ്റം. ഞാൻ അങ്ങനെ വലുതായിട്ട് സ്റ്റേഷനറി ഐറ്റം വാങ്ങിയിട്ടില്ല. ഞാൻ നമ്മളുടെ ചായയിലകത്തുള്ള, അതേപോലെ കിഴക്കിക്കൊണ്ട ചായക്കകത്തുള്ള സോഫയിൽ നിന്നുള്ള കടയിൽ നിന്നാണ് വാങ്ങിയത്. അവിടെ ഇനിയും സാധനങ്ങളുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ അതൊന്നും വാങ്ങാൻ വേണ്ടി നിന്നില്ല. പൈസ വില അങ്ങനെ കൂടുതലൊന്നുമില്ല, പക്ഷേ ആവശ്യത്തിനുള്ള വിലയുള്ള നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് കേട്ടോ.
ഇത് വന്നിട്ട് 12 ബോട്ടിൽ വരണത് ഒരു സെറ്റാണ്. ഇതിന് 110 രൂപ അങ്ങനെ ഇതാണ് വരണത്. 12 എല്ലാവരും വാങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് വാങ്ങണം. എനിക്ക് ഇവിടെ 2 ഉണ്ട്. എനിക്ക് കൊഴുപ്പ് പിടിച്ചുകൊണ്ടാണ് ഇത് ഞാൻ വാങ്ങിയത്. ഇതൊരു ഞാൻ നേരത്തെ പോകുമ്പോഴേ ഞാൻ എവിടെ പോയാലും ഇത് വാങ്ങാറുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഗൈസ് ഇത് 12 സെറ്റാണ്. ഇത് എനിക്കങ്ങനെ കൂടുതൽ വാങ്ങണം താല്പര്യം അധികം ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ കുറേ പറഞ്ഞിട്ടാണ് വാങ്ങിയത്. എനിക്കതങ്ങനെ എത്ര ഇഷ്ടപ്പെടില്ല. അവിടെ നിന്നപ്പോൾ എനിക്ക് വാങ്ങണം എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിലിരിപ്പ്. നെക്സ്റ്റ് ഇത് 3 സാധനങ്ങളുണ്ട്. ആ 3 സാധനങ്ങൾ ഭയങ്കര എനിക്ക് വാങ്ങണം എന്ന് കരുതി ഞാൻ അവിടെ പോയതല്ല. പക്ഷേ അത് കണ്ടപ്പോൾ എനിക്ക് വാങ്ങണം. ഇത് ഞാൻ വാങ്ങാൻ വേണ്ടി വെച്ചിരുന്നൊരു കുറേ സാധനങ്ങളാണ്. ആണ് അതൊക്കെ എടുത്ത് മാറ്റി. നെക്സ്റ്റ് വന്നിട്ട് ഇത് ഒരു കങ്കൂസാണ്. പിന്നെ ഇത് 2 നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഒരു പച്ച കളർ സാധനമാണ്. അത് 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ വലിയ കാര്യമൊന്നുമല്ല, ഇത് അമ്മയ്ക്ക് വേണ്ടി ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയതാണ്. പിന്നെ എന്നിട്ട് നമ്മൾ കാണിക്കാമാണ് 3 സ്പെഷ്യൽ സാധനങ്ങൾ. ഇത് ഞാൻ വാങ്ങണം പറഞ്ഞിരിക്കുകയാണ്. ട്രാൻസ്പെറൻറ്റ് ഉള്ളൊരു ടാപ്പാണിത്. കിട്ടുമെന്നൊന്നും അങ്ങനെ പ്രതീക്ഷിച്ച് പോയതല്ല. പക്ഷേ ഈ സാധനം കിട്ടി. ഞാൻ അവിടെയൊക്കെ തപ്പി നടന്നപ്പോൾ കിട്ടിയില്ല, അല്ലെങ്കിൽ ഇത് കിട്ടിക്കൊണ്ടിരുന്നു കേസ്. നെക്സ്റ്റ് ഞാൻ മോഡലിംഗ് ക്ലേ ആണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. അത് കുറേ പേരൊക്കെ യൂട്യൂബ് ചാനലൊക്കെ കണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ് ഇത് വെച്ചൊരു സാധനം ഉണ്ടാക്കാം. അപ്പോൾ അവൻ്റെ വീഡിയോസൊക്കെ ഇനി വരുന്നതായിരിക്കും ഗൈസ്. പിന്നെ അടുത്തത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു കട്ടറാണ്. പക്ഷെ ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നില്ലല്ലോ, സോറി. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 80 രൂപയാണ് പറയുന്നത്. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിരിക്കും, പക്ഷേ എനിക്കിതിൻ്റെ വില അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. നെക്സ്റ്റ് വന്നിട്ട് പക്ഷെ കുഴപ്പമില്ലാത്ത റേറ്റ് തന്നെ. നെക്സ്റ്റ് വന്നിട്ട് ഇതൊരു കട്ടറാണ്. എൻ്റെ പേപ്പറൊക്കെ കട്ട് ചെയ്യണത് ഇഞ്ചൊക്കെ ഉള്ള പിന്നെ സ്കെയിലൊക്കെ വെച്ചിട്ടുള്ളൊരു കട്ടറാണ്. അപ്പോൾ ഇതെനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ അടുത്ത കടയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് അവിടെ പോകുമ്പോൾ തന്നെ വാങ്ങണം എന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ വാങ്ങാതിരുന്നത് ഇത്ര ദിവസം. പിന്നെ അറിയില്ലായിരുന്നു. ഇത് വാങ്ങിക്കൊണ്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ ഒരു അടുത്തൊരു കടയിലൊക്കെ ഉണ്ടായിരുന്നു എന്ന്. പിന്നെ ഞാൻ അതിന് കൂടുതൽ ക്യൂട്ടായിട്ടുള്ള പെൻസും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. ഞാൻ മിക്ക സാധനങ്ങളും വാങ്ങിയിട്ടുള്ളത് അവിടെ നിന്നാണ്, സോഫയിൽ നിന്ന്. സോഫയിൽ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അവിടുത്തെ ഒരു ആംബിയൻസ് മിക്കതും ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ആണ് കേസ്. അപ്പോൾ ഇവിടെയൊക്കെ ഇടയ്ക്ക് സൗണ്ടൊക്കെ കേൾക്കും. അത് നമ്മൾ കുടുത്തിനും കാണിക്കുന്നതാണ് കേസ്. അപ്പം ഇത് അമ്മ പറഞ്ഞത് എന്തിനാണ് നിനക്ക് ആവശ്യമില്ല സാധനം, പക്ഷെ എനിക്ക് ഇത് വേണം, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടല്ലേ പോവാൻ. ഇതിന് 200 രൂപ സംതിങ് എന്താണ് പറയണത്. കിൻഡർ ക്രീമി തിന്നാനുള്ള സാധനങ്ങളാണ് 2 ഞാൻ കാണിക്കുന്നത്. കിൻഡർ ക്രീമിയും അതിൻ്റെ കിൻഡർ ജോയിൻ്റെ ബോൾസും, ഇത് 2 നമ്മൾ തിന്നാൻ വാങ്ങിക്കണത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.